വീഡിയോ കാണുമ്പോൾ പെട്ടെന്ന് ഇവളെ ടച്ച് ചെയ്യുന്നുണ്ടല്ലോ എന്ന് നിങ്ങൾക്കും തോന്നിയേക്കാം അല്ലേ? പക്ഷേ ആ വീഡിയോയുടെ അവസാനത്തെ സെക്കൻഡിൽ, അതിൻ്റെയും മില്ലി സെക്കൻഡുകളിൽ ഒരു വിഷ്വൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അറിഞ്ഞ് അയാളെ ബിഹേവിയർ, ഇത്തരം ആൾക്കാരുടെ ബിഹേവിയർ തിരുത്താനാണ് ശ്രമിക്കേണ്ടത്. എനിക്കിപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇതിൻ്റെ റിയാക്ഷനും ഇതിൻ്റെ റെസ്പോൺസൊക്കെ കണ്ടിട്ട് തോന്നുന്നതേ, ഇയാളേക്കാൾ ഭയങ്കര കൗൺസിലിംഗ് കൊടുക്കേണ്ടത് നമ്മുടെ സൊസൈറ്റിക്കാണ്. എന്റെ മുന്നിലായിരുന്നു ഇയാൾ ഉണ്ടായിരുന്നത്. അപ്പൊ അതിന്റെ മുന്നിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടിയുടെ മുഖവും ബിഹേവിയറും ഒക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഭയങ്കര ഡിസ്കംഫർട്ട് ആയിട്ടാണ് നിൽക്കുന്നത് എന്നുള്ളത്. അയാൾ ഇറങ്ങുന്ന സമയത്ത് അയാളെ പുറകിൽ ഞാനാ ഉണ്ടായിരുന്നത്. അപ്പം നേരെ എന്റെ മേലിൽ അയാളെ കൈ ടച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കറക്റ്റ് വീഡിയോയിൽ വ്യക്തമായിട്ട് കാണാം. നിങ്ങൾ പറഞ്ഞ വീഡിയോ ഞങ്ങളും കണ്ടിട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ നിങ്ങൾക്ക് മറ്റൊരു വീഡിയോ ഇവിടെ പ്ലേ ചെയ്ത് തരട്ടെ. നിങ്ങൾ ദൈവത്തിൻ്റെ കൈ എന്ന് കേട്ടിട്ടുണ്ടോ? ഒരു പ്രയോഗമാണ്. പക്ഷേ ഈ വീഡിയോ ഉണ്ടല്ലോ, ഷിംജിത മുസ്തഫ എന്ന് പറയുന്ന ഒരു ദീപക് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ കൊലയ്ക്ക് കൊടുത്ത ഈ വീഡിയോ ഉണ്ടല്ലോ, അതിൻ്റെ അകത്ത് കൃത്യമായിട്ട് ആ ഒരു കൈ പതിഞ്ഞിട്ടുണ്ട്. അതും ഒരു കൈയായിട്ട് തന്നെ. അതാരും ശ്രദ്ധിച്ചിട്ടില്ല. അതിനെപ്പറ്റി ഒന്ന് പറയണമെന്ന് തോന്നി. അതിനെപ്പറ്റി പറയുന്ന മുമ്പ് നമ്മൾ ഇവള് ഷെയർ ചെയ്ത വീഡിയോസിനെ പറ്റി ഒന്ന് മനസ്സിലാക്കണം. ഒന്നാമത്തത്, ഇവള് ഷെയർ ചെയ്ത ഒരു വീഡിയോ ഉണ്ടല്ലോ, അത് പകുതി സ്പീഡിലാണ് പ്ലേ ചെയ്യുന്നത്. അതായത് റിയൽ ലൈഫിൽ 2 സെക്കൻഡ് നിങ്ങൾക്ക് ആ വീഡിയോയിൽ 4 സെക്കൻഡ് ആയിട്ട് തോന്നും. അതിൻ്റെ യഥാർത്ഥ സ്പീഡ് കാണണമെങ്കിൽ നിങ്ങൾ ആ വീഡിയോ 2x പ്ലേ ചെയ്താൽ മതി. അപ്പോൾ ജസ്റ്റ് ഒന്ന് 1-2 സെക്കൻഡിനുള്ളിൽ സംഭവിച്ചു പോകുന്ന കാര്യങ്ങളാണ് നമുക്ക് ആ വീഡിയോയിൽ കൂടുതലായിട്ട് തോന്നുന്നത്. എന്തായാലും ഇവൾ ആദ്യം ഷെയർ ചെയ്ത വീഡിയോ ഉണ്ടായിരുന്നല്ലോ, ഈ ദീപക് എന്ന് പറയുന്ന വ്യക്തി ലെഫ്റ്റ് സൈഡിൽ നിൽക്കും, ഇവള് റൈറ്റ് സൈഡിലാണ് നിൽക്കുന്നത്. അതിനുശേഷമാണ് ഇവള് ലെഫ്റ്റ് സൈഡിലേക്ക് ദീപകിന്റെ അടുത്ത് പോയിട്ട് അയാളെ മനഃപൂർവ്വം മുട്ടാനൊക്കെ ശ്രമിക്കുന്നത്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷെ ആ വീഡിയോയിൽ ഒരു സാധനം പതിഞ്ഞിട്ടുണ്ട്. അതായത് ഈ വ്യക്തിയുടെ കയ്യിൽ ഒരു ബാഗ് ഉണ്ട്. അത് ആ വീഡിയോയിൽ വളരെ വ്യക്തമാണല്ലോ അല്ലേ? ആർക്കും തർക്കമൊന്നുമില്ലല്ലോ. ഇനി രണ്ടാമത്തെ വീഡിയോ നമുക്ക് പരിശോധിക്കാം. അതായത് സ്ലോ മോഷനിൽ പ്ലേ ചെയ്ത വീഡിയോ ഉണ്ടല്ലോ, ഇവളെ ടച്ച് ചെയ്യുന്നതായിട്ട് ഇവള് കാണിക്കുന്ന വീഡിയോ ഉണ്ടല്ലോ, അതിലാണ് ഞാൻ പറഞ്ഞ ആ ദൈവത്തിന്റെ കൈ പതിഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തത്, ഇവള് റൈറ്റ് സൈഡിൽ നിന്ന് ഇവള് ലെഫ്റ്റ് സൈഡിലേക്ക് പോയിട്ട് അയാളുടെ പിന്നിൽ പോയി നിൽക്കുകയാണ്. അതെന്തായാലും നിൽക്കട്ടെ. ഞാൻ പറഞ്ഞ ദൈവത്തിന്റെ കൈ എവിടെയാണോ? അതായത് നിങ്ങൾ ആ വീഡിയോ കാണുമ്പോൾ പെട്ടെന്ന് ഇവളെ ടച്ച് ചെയ്യുന്നുണ്ടല്ലോ എന്ന് നിങ്ങൾക്കും തോന്നിയേക്കാം അല്ലേ? പക്ഷേ ആ വീഡിയോയുടെ അവസാനത്തെ സെക്കൻഡിൽ, അതിൻ്റെയും മില്ലി സെക്കൻഡുകളിൽ ഒരു വിഷ്വൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അയാളുടെ ലെഫ്റ്റ് കൈ, ആ ലെഫ്റ്റ് കൈയും ഒരേപോലെ പൊങ്ങിയിരിക്കുന്നതായിട്ട് കാണാൻ പറ്റുമല്ലേ? മറ്റൊന്നുമായിരുന്നില്ല, അയാളെ ബാഗ് ലിഫ്റ്റ് ചെയ്തതായിരുന്നു. ഞാൻ പറഞ്ഞു, ഈ പെണ്ണ് നേരത്തെ കാണിച്ച വീഡിയോ തന്നെ വളരെ വ്യക്തമാണ്. അയാളുടെ ഈ ബാഗ് ഉണ്ട്. ആ ബാഗ് ഒരു മനുഷ്യൻ, എൻ്റെ മൈക്കിളുണ്ട് അല്ലെങ്കിൽ 2 കൈ വെച്ച് ഞാൻ കാണിച്ചാൽ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ നമ്മൾ ലിഫ്റ്റ് ചെയ്യില്ലേ? നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, നിങ്ങളൊരു ബാഗ് എടുക്കുക, കുറച്ച് വെയിറ്റ് ഉള്ള ഒരു ബാഗോ വെയിറ്റ് ഇല്ലാത്തോ എന്ത് വേണമെങ്കിലും എടുക്കുക. അതിങ്ങനെ മുമ്പിൽ പിടിക്കുക, ഒന്ന് നിലത്തോട്ട് ആദ്യം പിടിക്കുക, എന്നിട്ട് കുറച്ച് ലിഫ്റ്റ് ചെയ്യുക. നിങ്ങളുടെ മുട്ട് പുറകോട്ട് പോയിരിക്കും. അത് ആ വീഡിയോയിൽ വളരെ വ്യക്തമാണ്. അവസാനത്തെ മില്ലി സെക്കൻഡിൽ ആ വ്യക്തിയുടെ കൈയായിട്ട് തന്നെ ആ കാര്യം പതിഞ്ഞിട്ടുണ്ട്. അതാരും ചർച്ച ചെയ്യുന്നില്ല. ആ ബാഗ് ആ മനുഷ്യൻ ഉയർത്തിയതാണ്. നിങ്ങളുടെ മുട്ടനങ്ങാതെ നിങ്ങൾ കൈ ഉയർത്തണമെങ്കിൽ അത് ജിമ്മിൽ മാത്രമായിരിക്കും. അല്ലാതെ നിങ്ങൾ വളരെ കാഷ്വലായിട്ട് ഏതൊരു ബാഗ് ലിഫ്റ്റ് ചെയ്ത് നോക്കിയേ, നിങ്ങളുടെ മുട്ട അവിടെ നിന്ന് അനങ്ങി അത് പുറകോട്ട് പോയിരിക്കും. ഇനി ഒരു കാര്യം കൂടെ പറയാം. നിങ്ങൾക്ക് ഒരു ബാഗ് ലിഫ്റ്റ് ചെയ്യുമ്പോൾ ഒരു മുട്ട് വേറൊരു ഡയറക്ഷനിലും അല്ലെങ്കിൽ കുറച്ച് പുറകോട്ടാക്കിയിട്ടും മറ്റേ മുട്ട് കുറച്ച് മുന്നോട്ടാക്കിയിട്ട് നിങ്ങൾക്ക് സാധാരണഗതിയിൽ നിങ്ങൾ ചെയ്യില്ല. അത് അത്രത്തോളം ശ്രമകരമായിട്ടുള്ളൊരു ടാസ്ക്കാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ ദൈവത്തിന്റെ കൈ എന്താണെന്ന്, അതാണ് കയ്യൊപ്പെന്നൊക്കെ പറയത്തില്ലേ? ആ മനുഷ്യൻ, അദ്ദേഹത്തിന്റെ കയ്യിൽ ബാഗ് ഉണ്ടായിരുന്നു, അത് ഇവള് തന്നെ കാണിച്ചിട്ടുണ്ട്. ആ ബാഗ് ലിഫ്റ്റ് ചെയ്താണ് അദ്ദേഹത്തിന്റെ ലെഫ്റ്റ് കൈ നോക്കിയാൽ ഒരേപോലെ, ഒരേ പോസ്റ്ററിൽ, ഒരേ ആംഗിളിൽ, ഒരേ ഡിസ്റ്റൻസിലാണ് ഇരിക്കുന്നത്. കൃത്യമായിട്ട് ബാഗ് വെക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ആ ഒരു പൊക്കുമ്പോൾ അത് ടച്ച് ചെയ്യുമ്പോൾ അയാൾ ശ്രദ്ധിക്കുന്നുള്ളൂ, ടച്ച് ചെയ്തല്ലോ എന്ന് ഓർത്ത് അത് പെട്ടെന്ന് ഇറങ്ങിപ്പോവുകയാണ് അയാൾ. എന്നിട്ട് ഇവൾ അടുത്ത വീഡിയോയിൽ എക്സ്പ്ലനേഷൻ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്താണെന്നറിയാവോ? സൊസൈറ്റി ഇയാളെ ചോദ്യം ചെയ്യണം. പരസ്യമായിട്ട് ഏറ്റവും വലിയ ക്രിമിനൽ സ്റ്റേറ്റ്മെന്റ് പറയുകയാണ്. പരസ്യ വിചാരണ, സമൂഹം ഇയാളെ പരസ്യമായിട്ട് വിചാരണ ചെയ്യണം. അയാളുടെ ചുറ്റുമുള്ള ആൾക്കാരും കുടുംബക്കാരും ഒക്കെ ഇത് കാണണമെന്ന്. ഈ ചേട്ടൻ്റെ വീഡിയോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണുന്ന ഒരു വ്യക്തിയാണ്. എത്ര ഡീറ്റെയിൽ ആയിട്ടാണ് ഇദ്ദേഹം ആ ഇൻസിഡന്റിനെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ വീഡിയോ കണ്ടതിന് ശേഷം ഇനി ഷംജിതയുടെ യഥാർത്ഥ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, ഒരു നിരപരാധിയെയാണ് ഇവൾ കാരണം കൊലയ്ക്ക് കൊടുത്തിരിക്കുന്നത്. ദീപകിൻ്റെത് ഒരു ആത്മഹത്യ എന്ന് എനിക്ക് പറയുവാൻ ആകില്ല, ഇവൾ കൊന്നതാണ് എന്ന് മാത്രമേ പറയാനാകൂ. നിങ്ങളുടെ ഒരു ഓഡിയോ ഉണ്ടായിരുന്നല്ലോ, ബസ്സിൽ നിങ്ങൾക്ക് മുമ്പിൽ നിൽക്കുന്ന പെൺകുട്ടിക്ക് അവളുടെ മുഖത്തിലുള്ള എക്സ്പ്രഷൻ എല്ലാം വായിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായത് അവളും ഡിസ്കംഫർട്ട് ആയിട്ടാണ് അവിടെ നിൽക്കുന്നത് എന്നുള്ളത്. ദീപകിന്റെ ഈ വീഡിയോ നിങ്ങൾ പ്രചരിപ്പിച്ചതിന് ശേഷം എക്സ്പ്ലനേഷൻ തരുമ്പോൾ നിങ്ങളൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനി സൊസൈറ്റി തീരുമാനിക്കട്ടെ എന്ന്. ഞാനൊന്ന് ചോദിക്കട്ടെ, ആ സൊസൈറ്റിയിലുള്ള ഒരു വ്യക്തി തന്നെയല്ലേ നിങ്ങളും? നിങ്ങളുടെ മുമ്പിലുള്ള പെൺകുട്ടിക്ക് അതുപോലൊരു അവസ്ഥയുണ്ടെങ്കിൽ നിങ്ങൾ അത് ചോദ്യം ചെയ്യണ്ടേ? എന്നിട്ട് ആ കുട്ടിയോട് കാര്യങ്ങളെല്ലാം വ്യക്തമാക്കി ചോദിച്ചതിന് ശേഷം അവിടെ ഒരു നടപടി എടുക്കുകയല്ലേ വേണ്ടത്? ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴുള്ള അവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ. 2 കൈ കൊണ്ട് പിടിച്ചാൽ പോലും ബ്രേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഫ്രണ്ടിലെത്തും. ആ അവസ്ഥയിലാണ് ഒരു കയ്യിൽ ഫോണുമായിട്ട് ഇദ്ദേഹം എന്നെ തട്ടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരന്റെ കൈയിന്റെ ഇടയിലേക്ക് നിന്റെ മാറിടം കൊണ്ടുപോയി വെച്ചിരിക്കുന്നത്. സാധാരണഗതിയിൽ എല്ലാവരും ഇറങ്ങാൻ വേണ്ടി നിൽക്കുമ്പോൾ മുൻപിലോട്ടേക്ക് നോക്കിയിട്ടാണ് സഞ്ചരിക്കുക. ഈ പെൺകൊച്ച് സൈഡിലെ തന്റെ ഫോണിലേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു.
പിന്നെ തട്ടിയില്ലെങ്കിൽ എങ്ങനെയാണ് അത്ഭുതം? നോർമൽ സ്പീഡ് കുറച്ച് എഡിറ്റ് ചെയ്ത് അതിനെ സ്ലോ മോഷനിൽ കാണിച്ച് നിങ്ങളെ സമ്മതിച്ചു പോകും. നിങ്ങളുടെ മുമ്പിലുണ്ടായിരുന്ന പെൺകുട്ടിക്ക് ഇതുപോലെ ഒരു ദുരവസ്ഥ ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. അപ്പോൾ സ്വന്തം കാര്യമെങ്കിലും നോക്കിയിട്ട് കുറച്ചങ്ങ് മാറി നിന്നൂടായിരുന്നില്ലേ? ആ പെൺകുട്ടിക്ക് വേണ്ടി നിങ്ങൾ എന്തായാലും അവിടെ സംസാരിക്കുവാൻ വേണ്ടി പോയില്ല. പിന്നെ കഷ്ടപ്പെട്ട് എന്തിനാണ് പ്രൂഫ് ഉണ്ടാക്കാൻ വേണ്ടി നോക്കിയിരിക്കുന്നത്? അധികം തിക്കും തിരക്കുമില്ലാത്ത ബസ്സായിട്ടാണ് വീഡിയോയിലൂടെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. നിങ്ങളുടെ നടുവിൽ നിൽക്കുന്ന ദീപക് അങ്ങനെ ഒരു വ്യക്തിയാണെന്ന് നിങ്ങൾ കരുതിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൽ നിന്ന് മാറി നിൽക്കേണ്ട കടമ ആർക്കായിരുന്നു? നിങ്ങൾക്കായിരുന്നില്ലേ? അല്ലാതെ പ്രൂഫിന് വേണ്ടി എന്നെ ഒന്ന് തട്ടു എന്ന് പറഞ്ഞ് മുന്നോട്ടേക്ക് വെച്ചു കൊടുത്ത് അതൊരു പ്രൂഫാക്കി മാറ്റുവാൻ കാണിച്ച മനസ്സുണ്ടല്ലോ. ഇതിനും നല്ലത് നിങ്ങൾ നിങ്ങളുടെ ശരീരം വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി വിറ്റോളൂ. ഒരുപാട് ജനങ്ങൾ സഞ്ചരിക്കുന്ന വണ്ടിയായിരുന്നു. നിങ്ങൾക്ക് ഒരു ആവശ്യമുണ്ടെങ്കിൽ അവിടെയുള്ള ഒരു വ്യക്തിയോട്, ഒരു അമ്മ അല്ലെങ്കിൽ ഒരു ആങ്ങളമാർ എന്തായാലും ആ ബസ്സിൽ ഉണ്ടാകാതിരിക്കില്ല. ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ദീപക് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ കൈയോടെ പൊക്കാമായിരുന്നില്ലേ? ഇതെല്ലാം വളരെ ഫാബ്രിക്കേറ്റഡ് ആയിട്ട് ചെയ്ത വീഡിയോ ആണെന്നുള്ളത് ഇതിനോടകം ജനങ്ങളെല്ലാവരും മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ കാരണം പോയിരിക്കുന്നത് ഒരു ജീവനാണ്. അത് മാത്രമല്ല, ഒരു അച്ഛന്റെയും അമ്മയുടെയും ഏക മകനും ആ വീടിന്റെ അത്താണിയുമാണ് പോയിട്ടുള്ളത്. ഈ പാപമെല്ലാം നീ എവിടെ പോയി കൊണ്ട് കളയും? ദീപകിന്റെ വീട്ടുകാരും നാട്ടുകാരും സുഹൃത്തുക്കളും എല്ലാവരും നിനക്കെതിരെ കേസ് നൽകാൻ പോവുകയാണ്. എത്രമാത്രം മാനസിക സംഘർഷത്തിലൂടെയായിരിക്കും ആ പുള്ളിക്കാരൻ മരിക്കുന്നതിന്റെ മണിക്കൂറുകൾക്ക് മുന്നേ സഞ്ചരിച്ചിട്ടുണ്ടാവുക. എന്തായാലും നീ വൈറലാവാൻ വേണ്ടി നോക്കി. അതെ, നീ വിചാരിച്ചതുപോലെ തന്നെ നല്ല രീതിയിൽ വൈറലായിട്ടുണ്ട്. ഇന്ന് കേരളക്കര മുഴുവൻ സംസാരിക്കുന്നത് നിന്റെ കാര്യം മാത്രമാണ്. ഇപ്പോൾ നീ പ്രതീക്ഷിച്ച റീച്ച് നിനക്ക് കിട്ടിക്കാണുമല്ലോ. എന്റെ യൂട്യൂബ് ചാനലിലൂടെ ആരെയും അവഹേളിച്ച് സംസാരിക്കുവാൻ ഒട്ടും താല്പര്യപ്പെടാത്ത വ്യക്തിയാണ് ഞാൻ. ഇന്ന് വരെ എന്റെ വീഡിയോയിൽ ഞാൻ ആരെയും ഇകഴ്ത്തി സംസാരിച്ചിട്ടില്ല. പക്ഷേ ഈ ഒരു വിഷയം ഞാൻ സംസാരിക്കുവാനുള്ള കാരണവും നീയാണ് നിന്റെ വീഡിയോ പുറത്തിട്ട് സൊസൈറ്റി തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞിരിക്കുന്നത്. ആ സൊസൈറ്റിയിലെ ഒരു വ്യക്തിയാണ് ഞാനും. അതുകൊണ്ടാണ് ഇത്രയെങ്കിലും ഞാൻ സംസാരിക്കുന്നത്. വളരെ മാന്യമായ ഭാഷയിൽ തന്നെയാണ് ഞാൻ ഇതുവരെ സംസാരിച്ചത് എന്നുള്ളത് എനിക്ക് ഉറപ്പുണ്ട്. ഈ വീഡിയോ ഇനി നീ റിപ്പോർട്ട് ചെയ്താലും ഇനി വല്ല കോപ്പിറൈറ്റ് സ്ട്രൈക്ക് തന്നാലും എനിക്ക് ഒരു കുഴപ്പവുമില്ല. ഒരു പാവം പിടിച്ച മനുഷ്യനെ നീതി ലഭിക്കുവാൻ വേണ്ടി എന്നാൽ ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു കാര്യമാണ് ഇതുപോലൊരു വീഡിയോ എങ്കിലും സമൂഹത്തിന്റെ മുമ്പിലേക്ക് എത്തിക്കുക എന്നുള്ളത്. ഇത് കാരണം എൻ്റെ യൂട്യൂബ് ചാനൽ അടച്ചു പൂട്ടിയാലും എനിക്ക് യാതൊരുവിധ കുഴപ്പവുമില്ല. അത്രയും സന്തോഷപൂർവ്വം തന്നെ ഞാൻ ആ വിധിയെ ഏറ്റുവാങ്ങും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം.